ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ നല്ല അടിപൊളി എപ്പിസോഡൊക്കെയാണ് വരാൻ പോകുന്നത്. നീലിമ രണ്ടാമത് വീണ്ടും തിരികെ വന്നിരിക്കുകയാണ് നാട്ടിലോട്ട്. അങ്ങനെ ആ സമയത്ത് നീലിമയുടെ കയ്യിൽ സച്ചിയുടെ നമ്പർ ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സച്ചിയുടെ കാറിലാണല്ലോ അവൾ എല്ലായിടത്തും യാത്ര ചെയ്തത്. ആ സമയത്താണല്ലോ അവളുടെ 50 ലക്ഷവും പലിശ അടക്കം അവളുടെ കയ്യിൽ നിന്ന് സുതിയൊക്കെ വാങ്ങിയെടുത്തത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. അപ്പം സാക്ഷിയെ ഒപ്പിട്ടത് നമ്മുടെ സച്ചി തന്നെയാണല്ലോ. അപ്പൊ അതിനുശേഷം വീണ്ടും നാട്ടിലോട്ട് വരുമ്പോൾ സച്ചിയെ തന്നെ വാടക വിളിക്കുകയാണ്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, മേഡം എന്നാ വന്നേ, അതേ വരുന്ന വഴിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും മേഡത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, എന്നെ ഓർത്തു വെച്ച്, എൻ്റെ നമ്പർ ഓർത്തു വെച്ച് എന്നെ വിളിച്ചല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ല സച്ചി, കാരണം തൻ്റെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ തന്നെയല്ല, ഞാൻ വേറൊരു വണ്ടി വിളിക്കുകയാണെങ്കിൽ അവരുടെ ഡ്രൈവിങ്ങും അവരുടെ ക്യാരക്ടറൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു അറിയുന്ന ഒരാളെ വിളിക്കുന്നതല്ലേ എനിക്ക് നല്ലത് എന്നിങ്ങനെ നീലിമ ചോദിക്കുകയാണ്. അപ്പം ആ സമയത്ത് ശരി, മേഡത്തിന് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ രജിസ്ട്രാർ ഓഫീസിലേക്കാണ് പോകേണ്ടത് എന്ന് നമ്മുടെ നീലിമ പറയുകയാണ്. അപ്പോൾ എന്താ മേഡം അവിടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനുണ്ട് ഇവിടെ, എന്നിട്ട് വാങ്ങിയിട്ട് വീടാണ്, അത് വാങ്ങിയതിന് ശേഷം ഇവിടെ ലീസിനേറ്റോ മറ്റോ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വരുമാനമാകുമല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകും. ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും വന്നത്. പക്ഷേ അപ്പോൾ 2 ഫ്രോഡുകൾ എന്നെ പറ്റിച്ച് എൻ്റെ കയ്യിൽ നിന്നും പൈസ രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവന്ന പൈസയൊക്കെ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്ത് പറ്റി മേഡം എന്ന് പറയുന്നത്, അത് പിന്നെ എനിക്ക് ഓർക്കാനും കൂടി ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട്. എത്ര രൂപയാണ് മേഡം നഷ്ടപ്പെട്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ, അത് ഏകദേശം 55 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അത്രയോ എന്ന് ചോദിക്കുന്നുണ്ട്. മേഡം ഒരു കാര്യം ചെയ്യേ, ആരാണെന്ന് വെച്ചാൽ പറഞ്ഞതാ, നമുക്ക് അവരെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാം പൈസ എന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോൾ അത് വേണ്ടോ, കാരണം എനിക്ക് ആ ഒരു ചാപ്റ്റർ എനിക്ക് ആലോചിക്കാൻ ഇഷ്ടമില്ല, അതങ്ങോട്ട് അടഞ്ഞു പോയി കഴിഞ്ഞു, പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിലെന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം രജിസ്ട്രാർ ഓഫീസിലേക്ക് അവൾ അങ്ങനെ അവളുടെ കുറേ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രോപ്പർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവൾ അങ്ങനെ അവിടേക്ക് പോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും ഓണർ ആ സമയത്ത് വന്നിട്ടില്ല കേട്ടോ. ഈ വീട് ഇവരുടേത് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ശ്രുതിയും അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ അവരും ഇതുപോലെ ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് അന്വേഷിക്കാനല്ല, അവർക്ക് എത്ര രൂപ വരും, രജിസ്റ്റർ ചെയ്യാൻ എത്ര രൂപ വരും എന്നൊക്കെ അറിയാൻ, അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടി വരും എന്നറിയാനാണ് അവർ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ അവരവിടെ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മുടെ നീലിമ അകത്ത് നിന്നും പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇവരെ കാണുമ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ വേഗം തന്നെ സച്ചിയുടെ കാറിൻ്റെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കാർ എടുക്ക് സച്ചി എന്ന് പറയുകയാണ്. എന്താ മേഡം എന്ത് പറ്റി, പോയ കാര്യം ശരിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. പോയ കാര്യമൊക്കെ ശരിയായി, പക്ഷേ എനിക്ക് അവിടെ 2 പേരെ, താല്പര്യമില്ലാത്ത 2 പേരെ ഞാൻ കാണാനിടയായി. അതാണ് എൻ്റെ മൂഡ് ഓഫിന് കാരണം. എന്തായാലും ഇനി വേറെ എവിടേക്കും പോകണ്ട, വീട്ടിലോട്ട് പോയാൽ മതി, എൻ്റെ ഫ്ലൈറ്റിലോട്ട് പോയാൽ മതി, അവിടെ എന്നെ ആക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നീലിമയെ സച്ചി അവിടെ ആക്കി കൊടുക്കുകയാണ്. ആ സമയത്താണെങ്കിൽ പെട്ടി ഒന്ന് അകത്തേക്ക് എടുത്ത് വെക്കുമോ എന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട്. അതിനെന്താ മേഡം എന്ന് പറഞ്ഞ് അവൾ ആദ്യം പോവുകയാണ് അവിടേക്ക്. അപ്പോൾ ആ പെട്ടി നമ്മുടെ സച്ചി എടുത്ത് വെക്കുകയാണ്. ആ സമയത്ത് സച്ചിക്ക് നീലിമ സച്ചി അവിടെ നിന്ന് എൻ്റെ വക ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൂളിംഗ് ഗ്ലാസ് സച്ചിക്ക് കൊടുക്കാൻ. അയ്യോ മേഡം എനിക്കെന്തിനാ ഇതെന്ന് ചോദിക്കുമ്പോൾ, താൻ വെച്ചോടോ, ഞാൻ തനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ താൻ ഏതു നേരവും വാതോരാതെ സംസാരിക്കുന്ന തൻ്റെ ഭാര്യയുണ്ടല്ലോ, അവരെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി, അവർക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കും ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് അവൾ കൊടുക്കുകയാണ്. നീലിമ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് 2ഉം വാങ്ങി. ഒരുപാട് നന്ദിയുണ്ട് മേഡം, എന്തായാലും ഞങ്ങളെയൊക്കെ ഓർത്ത് മേഡം ഇത് കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ അവിടെ നിന്നും സന്തോഷത്തോടു കൂടി പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ സച്ചി നേരെ രേവതിയുടെ അരികിലേക്ക് വരികയാണ്. അതിനുശേഷമാണ് അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന അവർ വാങ്ങാൻ പോകുന്ന വീടിൻ്റെ അഡ്വാൻസ് കൊടുത്ത വീടിൻ്റെ ഓണർ വരുന്നതും, അതുപോലെ തന്നെ അവിടെ ആകെ പ്രശ്നമാവുകയും, അത് ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതും ശ്രുതിയും ആകെ കഷ്ടപ്പെട്ട് ആ പൈസ നഷ്ടപ്പെട്ട രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെ. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സച്ചി രേവതിയുടെ അരികിലേക്ക്, അപ്പം അതായത് അവളുടെ അമ്മയൊക്കെ പൂ കെട്ടുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് അവളുള്ളത്, ആ അമ്പലത്തിൻ്റെ മുന്നിൽ. അപ്പോൾ അവിടേക്ക് സച്ചി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ദേവുണ്ട്. അപ്പം ദേവ് പറയാണ്, അടിപൊളിയായിട്ടുണ്ട് സച്ചിയേട്ട, സിനിമാ നടൻ്റെ പോലെയുണ്ട് എന്ന് പറയുകയാണ്.
അപ്പം രേവതി കളിയാക്കിയിട്ട് പറയാണ്, എടി ഇത്ര വലിയ കളവൊന്നും ഈ മുറ്റത്ത് വെച്ചിട്ടൊന്നും നീ പറയലടി എന്നിങ്ങനെ പറയുന്ന സമയത്ത് സച്ചി വേഗം ആ കൂളിംഗ് ഗ്ലാസ് കണ്ണിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ രേവതി എന്നെ കളിയാക്കി, ഇനി ഞാൻ ഇത് വെക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടാ നല്ല ഭംഗിയുണ്ട്, സൂപ്പറായിരുന്നു, ചേട്ടൻ അത് വെക്കി എന്ന് ദേവു പറയുകയാണ്. അപ്പോൾ ഇല്ല, എനിക്ക് അത് എന്നെ രേവതി കളിയാക്കി, രേവതി എന്നോട് പറഞ്ഞില്ലേ വെക്കണ്ടെന്ന്, അപ്പം ഞാൻ ഇനി വെക്കില്ല എന്ന് പറയുമ്പോൾ ചുമ്മാ പറഞ്ഞതാ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ്റെ ദേഷ്യം കാണാൻ വേണ്ടി, സച്ചിയേട്ടൻ സൂപ്പറാണ്, വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. ശരിക്കും എന്നും ചോദിച്ച് വീണ്ടും അങ്ങനെ ആ കണ്ണട മുഖത്ത് വെക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രേവതിക്കും ഈ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഈ കണ്ണട കൊടുക്കുകയാണ്. എന്നിട്ട് കാനഡയിലുള്ള എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് തന്നതാണ് എന്നും നമ്മുടെ സച്ചി അവരോട് പറഞ്ഞ്, അങ്ങനെ നമ്മുടെ രേവതിയും ആ കണ്ണട വെച്ച് രണ്ടുപേരും ചേർന്ന് ഒന്നിച്ച് നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണ് ഈ കൂളിംഗ് ഗ്ലാസ് തരുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മുടെ സച്ചിയുടെ ഫോണിൽ നീലിമയെ ചേർത്തുകൊണ്ട് അവിടെയും അവനൊരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ആ സെൽഫിയിലൂടെയാണ്, ആ ഒരു ഫോട്ടോയിലൂടെയാണ് നമ്മുടെ സച്ചി നീലിമയാണ് തൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടുപോയത്, സുധിയെ പറ്റിച്ചത്, സുധിയെ സ്നേഹിച്ചിരുന്നത് ഈ പറയുന്ന നീലിമയാണെന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.